ചെറ്റ പരാമർശം കമ്മ്യൂണിസ്റ്റ് ഭാഷയല്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ രംഗത്ത്. മുൻ മുഖ്യമന്ത്രിയുടെ ചെറ്റ പരാമർശത്തിനാണ് കടുത്ത ഭാഷയിൽ അവിടെ പരാമർശം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ചെറ്റക്കുടിലിൽ താമസിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ചെറ്റ പരാമർശം കമ്മ്യൂണിസ്റ്റ് ഭാഷയല്ല എന്നും അത് മാത്രമല്ല KN ബാലഗോപാലിനെയും സുധാകരൻ കടുത്ത ഭാഷയിലാണ് പരിഹസിച്ചിരിക്കുന്നത്. ബാലഗോപാൽ 6000 കോടി ഉണ്ട് എന്ന് ഇടയ്ക്കിടെ പറയുമെന്നും അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ശ്രദ്ധ നേടിക്കൊണ്ടാണ് ഈ ഒരു പരാമർശം അല്ലെങ്കിൽ അദ്ദേഹം മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ വിവാദപരമായ ചെറ്റ പരാമർശത്തെയാണ് അദ്ദേഹം പറയുന്നത്. പ്രസ്ഥാനത്തിന്റെ ചരിത്രവും ആശയപരമായ പാരമ്പര്യവും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചെറ്റ കുടിലുകളിൽ താമസിച്ചവരാണ് എന്നും കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് തന്നെ ചെറ്റ എന്ന പരാമർശം കമ്മ്യൂണിസ്റ്റ് ഭാഷ അല്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നുവെന്നതും അതിന്റെ മൂല്യങ്ങൾ മറക്കാൻ അതൊരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ള സന്ദേശമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉയരുന്നത്. ഇതിനിടെ തന്നെ മുൻ ധനമന്ത്രിയായ KN ബാലഗോപാലിനെതിരെയാണ് അദ്ദേഹം വളരെ കടുത്ത ഭാഷയിൽ പരിഹാസം ഉന്നയിച്ച് രംഗത്ത് വന്നത്. 6000 കോടി രൂപയുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നും സഭയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഈ ഒരു പരാമർശം ശ്രദ്ധ നേടുകയും ചെയ്യുകയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ ശക്തമാകുന്ന ഘട്ടത്തിലാണ് ഈ പ്രതികരണം പുറത്തുവരുന്നത്. അതേസമയം പുതിയ ബഡ്ജറ്റിനെ കുറിച്ച് സുധാകരൻ നടത്തിയ പരാമർശങ്ങളും ശ്രദ്ധേയമാവുകയാണ്. ബഡ്ജറ്റിൽ അദ്ദേഹം ലളിതവും അവിടെ ഗഹനവുമായ രേഖ എന്നതാണ് വിശേഷിപ്പിച്ചത്. മാറ്റമാണ് മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വമെന്നും സമൂഹത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് അനുസരിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് യഥാർത്ഥ മാർക്സിസ്റ്റ് സമീപനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബഡ്ജറ്റിന്റെ അവതരണ ശൈലിയെ പ്രശംസിച്ച സുധാകരൻ കാളിദാസനെയും ഷേക്സ്പിയറിനെയും വായിച്ച ഒരാൾക്ക് ഇത്തരം ഒരു ബഡ്ജറ്റ് എഴുതാൻ കഴിയൂ എന്നതാണ് പരാമർശം നടത്തിയിരിക്കുന്നത്. ഇത് ബഡ്ജറ്റിന്റെ ഭാഷയെയും ദാർശനിക ആഴത്തെയും പ്രശംസിക്കുന്ന തരത്തിലായിരുന്നു. ജി സുധാകരന്റെ പ്രസ്താവന വെറും ബഡ്ജറ്റ് ചർച്ചയോ ഒരു വാക്കിനെ ചൊല്ലിയുള്ള വിമർശനവും മാത്രമായിരുന്നില്ല. CPM-നകത്തും കേരള രാഷ്ട്രീയത്തിലും ആശയപരമായ ചർച്ചകൾ ഇപ്പോഴും സജീവമാണ് എന്ന സൂചന കൂടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതേസമയം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തിയിട്ടുണ്ട്. മുൻ സർക്കാരിന്റെ സാമ്പത്തിക അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യാനുള്ള നീക്കം നടത്തുകയും പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് പരിഷ്കരണ പിന്തുണ നൽകുകയും രാഷ്ട്രീയ സംസ്കാരത്തെയും ഭാഷയും കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ പതിവ് പോലെ തന്നെ ജി സുധാകരന്റെ വാക്കുകൾ വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കാനുള്ള കാരണമായി മാറുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും പ്രശംസകളും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വേദികളിൽ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകുമെന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.